കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമം അനുസരിച്ച് വന്ദേ മാതരം മുഴുവൻ പാടണോ? ആ നിയമത്തിൽ അത് മുഴുവൻ പാടണമെന്നാണ്. KPCC മുഴുവൻ പാടിയോ? AICC മുഴുവൻ പാടിയോ? पूरा वंदे मातरम गाया गया. അത് സോണിയാഗാന്ധി മല്ലികാർജുൻ ഖാർഗെക്ക് കസേര ഇട്ടു കൊടുക്കാൻ പറഞ്ഞതാണെന്ന്. कोई रोकने का प्रयास नहीं था. सोनिया जी कह रही थी उनके लिए कुर्सी लाके बस. കസേര ഇട്ടു കൊടുക്കാൻ പറയാനുള്ള ബെസ്റ്റ് ടൈം. പക്ഷെ കാക്ക ക്ലിക്ലി ക്ലിക്ലി ക്ലൂ ക്ലൂ രാഹുൽ തിരിഞ്ഞു നോക്കി. എങ്ങോട്ടാണ് ഈ നോക്കുന്നത്? എന്താണ് ഈ നോട്ടത്തിന്റെ അർത്ഥം? രണ്ടു ചരണങ്ങൾ മാത്രമേ പാടാവൂ എന്ന് കോൺഗ്രസ് മുഖപത്രം മലയാള മനോരമ പറയുന്നുമുണ്ട്. സോണിയാഗാന്ധിയുടെയും ഖർഗെജിയുടെയും രാഹുൽജിയുടെയും അവിടുത്തെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്, അവിടെ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ആ പിഴവിന് ഒരു ന്യായീകരണവുമില്ല. വക്താക്കൾ ചാനലിൽ വന്ന് പറയുന്ന നിലപാട് എന്തായാലും വി.ഡി. സതീശന്റേതല്ല. അത് എൻ്റെ ഏത് നേതാക്കന്മാർ ന്യായങ്ങളായിട്ട് വന്നാലും തള്ളിപ്പറയും. പക്ഷെ നിലപാട് പറയുന്നുമില്ല. കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന UDF-നും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു നിലപാടുണ്ട്. കോൺഗ്രസിന് ഒരു നിലപാടുമില്ല, പിണ്ണാക്കുമില്ല. എടുക്കുന്ന നിലപാട് നടപ്പാക്കാനും അറിയില്ല. ആകെ 4 സംസ്ഥാനങ്ങൾ, 3 സംസ്ഥാനങ്ങളിൽ മുഴുവൻ ചരണങ്ങളും പാടി. കേരളത്തിൽ സർക്കാർ വകുപ്പുകളിൽ വനം വകുപ്പിൽ മുഴുവൻ പാടി. സംസ്ഥാനത്ത് വനം വകുപ്പ് ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചിരിക്കുകയാണ്. വി.ഡി. സതീശന് സ്വന്തം പരിപാടിയിൽ പാടിക്കാൻ ധൈര്യമുണ്ടായില്ല. കാരണം ചീഫ് സെക്രട്ടറിയുടെ ഇൻഡാസ് വന്നതിന് ശേഷം സ്വൈര്യം കൊടുത്തിട്ടില്ല ഇടതുപക്ഷം. വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കേണ്ട കാര്യമില്ല. സർസംഘചാലക് പോലും പറയാത്ത രീതിയിൽ എങ്ങനെ പറയാൻ പറ്റും ഒരു മുഖ്യമന്ത്രിക്ക്? ആ സംഘപരിവാറിന്റെ അജണ്ടയാണ് വന്ദേ മാതരം എന്നുള്ളത് പൂർണ്ണമായും പാടിപ്പോകണമെന്നുള്ളത്. വർഗീയമായ ചോദ്യമുള്ള കാര്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ആലപിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറയുന്നത്. അത് നിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതുകൊണ്ടാണ് ഏറ്റവും പേടിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരെ എന്ന് RSS പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരോടുള്ള വിജയം പ്രത്യയശാസ്ത്ര വിജയം എന്ന് പറയുന്നത്. अब जैसे हम कम्युनिस्ट पार्टियों की आलोचना, अब सत्ता में नहीं है, वो कहीं नजर नहीं आता. एक केरल में कोने में बैठे हैं, फिर भी वो विचारधारा खतरनाक. ദേ അങ്ങോട്ട് നോക്കൂ, UDF സഖ്യകക്ഷിയായ BJP എന്തോ പറയുന്നു. വന്ദേ മാതരത്തിനെതിരായിട്ടുള്ള ഒരു വികാരം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇറ്റ് എമൗണ്ട്സ് ടു ട്രീസൺ. അപ്പോൾ ദേശീയ ഗാനം തടസ്സപ്പെടുത്തിയാൽ? ദേശീയ ഗാനം ജനഗണമന പാടുന്നത് തടസ്സപ്പെടുത്തിയാൽ എന്താണ് ശിക്ഷ? രമേശ് ചെന്നിത്തലയുടെ പോലീസ് എന്താണ് കേസെടുക്കാത്തത്? TG മോഹൻദാസിനെ സ്വതന്ത്രരാക്കിയവരോടാണോ ഈ ചോദിക്കുന്നത്? മെയാ കുൽപ്പ, മെയാ കുൽപ്പ, മെയാ മാക്സി കുൽപ്പ. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. കൂട്ടബലാത്സംഗമായിട്ട് നടക്കും. വരൂ, നമുക്ക് വന്ദേ മാതരത്തിന്റെ ചരിത്രം നോക്കാം. വന്ദേ മാതരത്തിന്റെ ആദ്യ 2 ചരണങ്ങൾ പാടണമെന്ന ആഗ്രഹമുണ്ടായത് സുഭാഷ് ചന്ദ്രബോസിന്. ആനന്ദമഠം വായിച്ച നെഹ്റു ടാഗോറിനോട് അഭിപ്രായം തേടുന്നു. ആദ്യ 2 ചരണങ്ങൾ മാത്രമേ പാടുള്ളൂ എന്ന് ടാഗോർ. 1937 കോൺഗ്രസ് പ്രവർത്തക സമിതി 2 ചരണങ്ങൾ അംഗീകരിക്കുന്നു. നെഹ്റുവിന് ടാഗോർ എഴുതിയ കത്തിലെ വരികൾ തെളിവായി കോൺഗ്രസ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. 1950 ജനുവരി 24 വന്ദേ മാതരത്തിന്റെ 2 ചരണങ്ങൾ ദേശീയ ഗീതമായി അംഗീകരിച്ചു. രാജ്യം ദേശീയ ഗാനത്തോടൊപ്പം നിയമപരിരക്ഷ നൽകിയത് 2 ചരണങ്ങൾക്കാണ്. ഇതാണ് രാജ്യത്തിന്റെ ചരിത്രം, നിയമം. सोनिया जी ने गान रोकने का कहा. 140 करोड़ की जनता आपको देख रही है. देश की जनता कभी माफ नहीं करेगी. पूरा वंदे मातरम गाया गया. कोई रोकने का प्रयास नहीं था. सोनिया जी कह रही थी उनके लिए कुर्सी लाके बस. എന്തിലും ഏതിലും വിഷം കലക്കുന്നവരുടെ കൂടെ കൂടുകയാണ് കോൺഗ്രസ്. ഇതാണ് നിലപാടെടുക്കേണ്ട സമയം. രണ്ടും കെട്ട കളി കളിക്കരുത്. ആ നിയമത്തിൽ അത് മുഴുവൻ പാടണമെന്നാണ്. വി.ഡി. സതീശനും 3 മുഖ്യമന്ത്രിമാരും രണ്ടും കെട്ട കളി കളിക്കുന്നതിൽ മുൻപിലാണ്. സോണിയാഗാന്ധിയും രാഹുലും ഒട്ടും പിന്നിലല്ല. ഏത് തരത്തിലുള്ള ക്യാപ്സ്യൂൾ ഇറക്കാൻ എന്ത് ഡ്രാമയും ഇവർ കളിക്കും. ബാബറി മസ്ജിദ് സംഘപരിവാർ തകർത്തത് എങ്ങനെയാണെന്ന് ഇപ്പൊ മനസ്സിലായോ? ഇങ്ങനെയാണ്. ഗുജറാത്ത് കലാപകാലത്ത് 2002 ഫെബ്രുവരി 28 ഇസ്ഹാൻ ജഫ്രി എന്ന കോൺഗ്രസ് MP കൊല്ലുന്നതിന് മുമ്പ് സംഘപരിവാർ പാടാൻ ആവശ്യപ്പെട്ടത് വന്ദേ മാതരമാണ്. വി.ഡി. സതീശൻ പാടാൻ പറഞ്ഞ അതേ വന്ദേ മാതരം മുഴുവൻ പാടണമെന്നാണ്. ചരിത്രത്തിൽ ഇവരുടെ കോൺഗ്രസിന്റെ പേര് ഒറ്റുകാരെന്നായിരിക്കും.